സ്കൂൾ വിദ്യാർത്ഥികൾ ലഹരിയുടെ പിടിയിൽ അകപ്പെടുന്ന കാലത്ത് ബോധവൽക്കരണ ഹ്രസ്വചിത്രവുമായി ഒരു യു.പി. സ്കൂൾ പാനൂർ യു.പി. സ്കൂൾ പുറത്തിറക്കിയ ജാഗ്രത എന്ന ഹ്രസ്വചിത്രം ജനശ്രദ്ധയാകർഷിക്കുകയാണ്. ലഹരി വിരുദ്ധ പരിപാടിയുടെ ഭാഗമായാണ് കണ്ണൂർ പാനൂർ യു.പി. സ്കൂൾ ഹ്രസ്വചിത്രം എന്ന ആശയവുമായി മുന്നിട്ടിറങ്ങിയത്. പിന്നീടത് യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾ. നിരവധി ഹ്രസ്വചിത്രങ്ങൾ പുറത്തിറക്കിയ അനിൽ പാനൂരിന്റെ സംവിധാനത്തിൽ ചിത്രീകരണം ആരംഭിച്ചു. പ്രധാന അധ്യാപികയും രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ ചിത്രത്തിൽ അഭിനേതാക്കളായി. ഇതുപോലെ പല കുട്ടികളും ഓരോ ട്രാപ്പിൽ പെട്ടിട്ടുണ്ട്. ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടു പോകുന്ന കുട്ടിയും അതിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന സന്ദേശവുമാണ് ചിത്രത്തിന്റെ പ്രമേയം. നമ്മൾ ഈ ജാഗ്രത എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ കാരണം നമുക്കറിയാം, ഇന്ന് കേരളത്തിലെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ അറിയാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരളം ഇന്ന് വല്ലാത്തൊരു ലഹരിയുടെ ഒരു നീരാളിപ്പിടുത്തത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ തീർച്ചയായും ചെറിയ കുട്ടികൾ, അതായത് സ്കൂളുകളിലെയും കോളേജുകളിലെയും കുട്ടികളാണ് ഈ ഒരു കാര്യത്തിൽ അറിയാതെ അകപ്പെട്ടു പോയിരിക്കുന്നത്. അവരെ നമ്മൾ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും കരകയറ്റണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടൊരു ബോധവൽക്കരണം ഏതെങ്കിലും വിധത്തിൽ നൽകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഷോർട്ട് ഫിലിം ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായും ഐഫോണിലാണ് ചിത്രീകരണവും എഡിറ്റിംഗും നടത്തിയിരിക്കുന്നത്. NTK മോഹനൻ സംവിധാന സഹായവും ചിത്രകാരനും അധ്യാപകനുമായ പവി കോയോട് കലാസംവിധാനവും നിർവഹിച്ചിരിക്കുന്ന ഈ ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ഈയൊരു സിനിമ കണ്ടതിന് ശേഷം എന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇതിന്റെ തീമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. നമ്മൾ ഈ മയക്കുമരുന്നിന്റെ വിപത്തിനെതിരെ ചെറിയൊരു മെസ്സേജ് ആണെങ്കിലും ഇതിന്റെ തീം എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൽ കൂടുതലായിട്ടും അഭിനയിച്ചത് പാനൂർ യു.പി. സ്കൂളിലെ ടീച്ചേഴ്സും സ്റ്റുഡൻസുമാണ്. അതാണ് മുഖ്യമായും പറയാനുള്ളത്. ഹ്രസ്വചിത്രം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായതിന്റെ ആഹ്ലാദത്തിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും. എനിക്ക് ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ പറ്റുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ ഈ ഫിലിം എടുത്തതിന് വലിയൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ കുറേ കുട്ടികൾ മയക്കുമരുന്ന് ലോബികളുടെ ഇടയിൽപ്പെട്ട് വലിയ വലിയ പരാതികൾ വരുന്നുണ്ട്. അതിൻ്റെ ബോധവൽക്കരണമായി മാത്രമാണ് ഞങ്ങൾ ഈ ഫിലിം എടുത്തത്. News 18 പാനൂർ.